ബൈനോക്കിൾ ടോക്സിന്റെ ആദ്യ ന്യൂ ഇയർ കേട്ടോ. ഞങ്ങളുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ന്യൂ ഇയറാണ്. അത് ഞങ്ങൾ കനവക്കുന്നിൽ കൊണ്ടാടുക കേട്ടോ. കനവക്കുന്നിൽ, അതായത് തിരുവനന്തപുരം മാനവീയം വീതിയിൽ. ഇത് നമ്മളൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ. പക്ഷെ ഇന്നത്തെ ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നത്തെ ന്യൂ ഇയർ തന്നെ അടിപൊളി ന്യൂ ഇയർ. കണ്ടു നോക്കി, മഴ പെയ്തോലെ ലൈറ്റ് ഇട്ടേക്കണേ. ഇതന്ന് അതായത് നമ്മുടെ കനകക്കുന്ന്, നമ്മുടെ എന്താ പറയണേ, നമ്മുടെ ഓപ്പൺ സ്റ്റേജ് ഒക്കെ തുടങ്ങുന്ന അവിടെ വരിയിട്ടുണ്ട്. നമുക്കിതിന്റെ ഫുൾ ഒരു വീഡിയോ ഉണ്ടാകും കേട്ടോ. ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞോളൂ. 10 മണി കഴിഞ്ഞപ്പോൾ ഈ തിരക്കാണ്. അപ്പോൾ ഓർത്ത് ഈ 12 മണി കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ വൈബ്. നമുക്കൊന്ന് ചുറ്റും കറങ്ങി നോക്കാം കേട്ടോ, ന്യൂ ഇയർ ആഘോഷിക്കാം. അപ്പം ബൈനോക്കിൾ ടോക്സിന്റെ എല്ലാ ചങ്സിനെയും ന്യൂ ഇയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ മനസ്സിലാ ഡൺ. ഇറങ്ങുമല്ലേ? പിന്നെ തുടക്കമല്ലേ, തകർക്കുമല്ലേ. വാ, ഇതാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോണ കനകക്കുന്ന്. ഇവിടെയാണ് മറ്റേ ഓപ്പൺ സ്റ്റേജുള്ള മറ്റേ മോഹൻലാലിന്റെയും മുകേഷിന്റെ ഒക്കെ ഛായാമൂകി. ഞാനിവിടെ ഛായാമൂകി നാടകമാണ് വന്ന് കണ്ടേക്കണേ കേട്ടോ. പിന്നെ ഒരുപാടുണ്ട്. അതായത് ഫിലിം ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഇവിടുത്തെ ആ സ്റ്റേജിൽ പല സിനിമകളും പല പരിപാടികളും ഉണ്ട്. ഇവിടെ മൊത്തം ആകെ കംപ്ലീറ്റ് അലങ്കോലമായിട്ടിരിക്കുക. അലങ്കോലം അല്ല, അലങ്കാരം. ആ ചെറിയ ഗ്ലോവ് ഉണ്ട്, ആ ഗ്ലോവിനകത്ത് കേരളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. എന്താ ഭംഗി. ആ കണ്ടല്ലോ, മിന്നി മറഞ്ഞു നിൽക്കുന്നു. നമുക്കൊണ്ട് കയറിയാലോ. 2025 ഈ ചെയ്തു വെച്ചേക്കണേ. 2025 നോക്കി, അടിപൊളിയായിട്ട്. ഇവിടെ ഒരു പാസ് സംഭവം നമുക്ക് എന്നാ നോക്കാം കേട്ടോ. ആ അടിപൊളി. എത്ര? 50 രൂപ ഒരെണ്ണം. ഒരാൾക്ക് 50 രൂപ. ആ കേറുമല്ലേ നീ? ചേട്ടാ 2 പേരും. ഇതിലെ കേട്ടോ വഴി. അതായത് കനകക്കുന്ന് നമ്മളങ്ങോട്ട് കയറുന്നിടത്തുന്നേ വഴി പിന്നെ അങ്ങോട്ട് തിരിച്ചേക്കുവാ. ഇതേ കണ്ടല്ലോ, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്. ലൈറ്റ് ഒന്നും പറയാനില്ല കേട്ടോ ചെയ്തേക്കണേ. ഇത് എടുത്തു നോക്കി, നമ്മൾ അവതാർ സിനിമ ഉണ്ടല്ലോ, 3D ഇല്ലാതെ അവതാർ സിനിമയില് ആ സ്ഥലത്ത് ചെല്ലുന്ന അവസ്ഥയും നിർത്തിക്കും. മറ്റേ കൂണൊക്കെ മുളത്തിക്കുന്നത് അത് തന്നെ സംഭവം. ഇത് ആര് എന്ന് പറഞ്ഞാലും ഇവന്മാർ ഈ അവതാറൊക്കെ കണ്ട ചെയ്തേക്കണത്. ഇവിടെ കൂണൊക്കെ വെച്ചൊക്കെ നോക്കി. ശരിക്കും പറഞ്ഞാൽ 3D ഇല്ലാതെ അവതാർ സിനിമ കണ്ടോലുണ്ട് കേട്ടോ. ലൈറ്റ് കണ്ടേ അങ്ങോട്ട് ചെല്ലുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ കണ്ടാൽ മതിയായിരുന്നു. ഞാൻ ഈ കൂടെ കണ്ടോണ്ടാ പറഞ്ഞ അവതാർ സിനിമയിൽ ചെയ്തല്ലോ ചെയ്തേക്ക് നോക്കി. ഒന്നും പറയാനില്ല അല്ലേ. ലൈറ്റ് അറേഞ്ച്മെന്റ് ഒന്നും പറയാനില്ല, അടിപൊളി. നടന്നാലോ? ഇവിടെ എല്ലാം മറ്റേ ഇല്ല ഈ സംഭവങ്ങളാണ് ചെയ്തേക്കുന്നത്. മൊത്തം ഈ ലൈറ്റ് വർക്ക് മാത്രമേ കേട്ടോ. അല്ലാണ്ട് മറ്റേ ഫ്ലവർ ഷോ പോലെ മറ്റേ കടയ കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളോ പോലെ ഫുള്ള് കനവക്കുന്ന് മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചേക്കുക. കാണുന്നുണ്ട് അത് ഈ മരത്തക്കൂടൊക്കെ മറ്റേ റാന്തൽ പോലെ ലൈറ്റൊക്കെ ചെയ്ത് വാകയാണ് കേട്ടോ. വാകയുടെ ചെയ്തേക്കുന്നത് വെള്ളയിൽ പല രീതിയിൽ അലങ്കരിച്ചേക്കണത്. ശരിക്കും ഒരു അവതാർ സിനിമയുടെ ഇതിലോട്ട് വന്നു. ഇനി ഇത് നമ്മുടെ ഒരു പുഴു ഇരിപ്പുണ്ട്, കുഞ്ഞൻ പുഴു. അവന്റെ വായിക്കത്താണ് നമ്മൾ കയറാൻ പോകണം. കണ്ടേ, പുഴുവിനെ രാത്രി കാണാൻ പറ്റുമോ? രാത്രി ആകുമ്പോൾ ഇതിന് ഇത്രയും വ്യൂ ഉള്ളൂ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ട്രെയിനോട്ട് കയറുന്ന പോലെ പോകുന്നു. കണ്ടോടെ ആ പിന്നല്ല, നമ്മളവിടെ പുഴുവിനകത്തൂടെ പോകുന്നത്. പുഴുവിനകത്തൂടെ കേട്ടോ. രണ്ട് സൈഡിലും ആ പ്രശ്നമൊക്കെ പരിഹരിച്ചില്ലേ? നീ 1 കിലോമീറ്റർ ഉണ്ടെന്നല്ലേ ഓടിയത് അതിന്റെ ഫ്രണ്ട് വരെ? ഒന്നുമില്ല, ചെറിയ കൂടുമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഗുഹ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടോ വെള്ളക്കകത്ത്. അതിനകത്തൊന്ന് പിള്ളേർക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ പാപ്പാഞ്ഞാണത്. പാപ്പാഞ്ഞി ഇതാണ്. ആ പാപ്പാ മേളിൽ മുഖമുണ്ട് കേട്ടോ. ആ ഉണ്ടെന്നേ. മരത്തന്നൊക്കെ മഞ്ഞിങ്ങനെ പൊഴിഞ്ഞു വീഴുന്നല്ല ചെയ്തേക്കുന്നല്ലേ. പൊഴിഞ്ഞു വീഴുന്ന പോലെ. ഇനി ഇവിടുന്ന് നമുക്ക് ഇതിലെ കൂടെ കയറി നമുക്ക് മേളി വരണം കേട്ടോ. ബാ, എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് വാങ്ങുള്ള അതിന് എടുക്കാണ്ട്. ബാ,
ഇവിടെ ഒരു ചുമന്ന് തൊടുത്ത ഹൃദയമുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേ നമുക്ക് കടന്നു വരാം. ബാ, പിന്നെ അടുത്ത ലൈറ്റ് അറേഞ്ച്മെന്റാ. ദിനോസർ വരെ ഉണ്ട്. ബാ, എങ്ങനെയുണ്ട്? കൊള്ളാവോ? നടന്നാലും നമുക്ക് ഇനി മേളിലോട്ട്. കാരണം അവിടെ മേളിൽ ഒരു ഫ്ലവർ ഷോ നടക്കണേ. എന്നാ സംഭവം എന്ന് അറിയത്തില്ല. ഈ പാസിനകത്താണോ ഇനി വേറെ സെപ്പറേറ്റ് പാസ്സാണോ എന്ന് അറിയത്തില്ല. നീല ദിനോസർ ഇതിനൊരു ഓളം വെത്തുള്ളൂ. പിന്നെ അതിന് വെട്ടിപ്പൊക്കെ സർവീസ് ആയിരിക്കും. നമുക്ക് ഇതിലേ പോയി കറങ്ങി തിരിഞ്ഞ് ഈ വഴി എങ്ങോട്ടാ പോണേ നോക്കണം. ഇവിടെ ഇങ്ങനെ കയറ് കെട്ടി നമ്മൾ അവിടെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫ്ലവർ ഷോയ്ക്കകത്തോട്ട് കയറ്റി വിടയ്ക്കും. നമുക്ക് പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ മാസമാണെങ്കിൽ നോക്കാം. എന്തായാലും ന്യൂ ഇയറിന്റെ പരിപാടി 2025 ചെയ്ത് വെച്ചേക്കണേ അതിന്റെ ഭാഗത്തൊക്കെ തന്നെ ആയിരിക്കും. അതിന്റെ അപ്പുറം ഒന്നും പോകത്തില്ല. അല്ലാണ്ട് വേറെ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ആ വഴി നടന്നു നോക്കാം കേട്ടോ. രണ്ട് സ്തൂപങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. കോട്ടവാതിൽ പോലെ. ഇതൊക്കെ പണ്ടുള്ള കേട്ടോ, ഇന്ന് പണിതല്ല. അല്ല, ഇതൊക്കെ നേരത്തെയാ. നമ്മളവിടെ ഗ്ലോബിന്റെ പുറകെ വന്നു കേട്ടോ. ഇത് ആലല്ലേ? അതാല, ചെറിയ ആല. ആ, അതന്നെ. നമ്മുടെ ഗ്ലോബിന്റെ പുറകെ വന്നേ. ആ, ഓ, ഇതിലേ അങ്ങോട്ടാ വഴി കേട്ടോ. അതിലേ പോയിട്ട് വേണം നമ്മൾ ഫ്ലവർ ഷോ കാണാൻ കയറാം കേട്ടോ. നമുക്ക് ആ വഴിക്ക് പോവാം. നല്ല തിരക്കാട്ടോ, നല്ല അടിപൊളി, നല്ല രസമുണ്ട്. ഇതിന്റെ ചുവട്ടില് ഇത് ചുമ്മാ ചെടിച്ചട്ടി കേട്ടോ, കുഞ്ഞു ചെടിച്ചട്ടി. ഇത് ബന്ദിപ്പൂ കുഞ്ഞു ചെടിച്ചട്ടി കേട്ടോ. കേട്ടോ അടുക്കി വെച്ചേക്കണേ. പല കളറിൽ ബന്ദി അത്തപ്പൂ ഇട്ട പോലെ അടുക്കി വെച്ചേക്കണം. നീ വഴിയിലോട്ട് നോക്കി, ജനം ഒഴുകുന്നുണ്ടോ? മണി സമയം കണ്ടോ? 10:43. ഉണ്ടോ ജനം ഒഴുകു നോക്കിയാ വഴി കൂടെ. ഇന്ന വലുപ്പത്തിലല്ലേ കൊട്ടാരയ്ക്കുന്നത് അല്ലേ? നല്ല റൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട്. നിന്റെ ബൈക്കിൽ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് നമ്മുടെ ഗ്ലോബിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഗ്ലോബിൻ്റെ അവിടെ വെച്ച് ആഘോഷിക്കാം. വാ, ഗ്ലോബും 2025 ലൈറ്റും വെച്ചേക്കുന്നിടത്ത് ആഘോഷിക്കാം. നമ്മൾ വന്നപ്പോഴേ നടന്നു കണ്ടില്ലേ, ഒരു ഓപ്പൺ സ്റ്റേജ് പറഞ്ഞില്ലേ, നാടകം സിനിമയൊക്കെ നടക്കുന്നു. അതിതാ കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ട് അങ്ങോട്ട് എടുത്തേ. അതായത് ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോഴത്തേനും മറ്റേ ഒത്തിരി ഫേമസ് ആയാലേ ഒത്തിരി ആൾക്കാർ കണ്ട സിനിമകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഇവിടെ മിക്കവാറും പ്രദർശനം ഉണ്ടാവും ആ സമയത്ത്. അവിടെയാണ്. നിശാഗന്ധി ഓഡിറ്റോറിയം. അതായത് ശരിക്കും അറിയപ്പെടുന്നല്ലേ? പിന്നെ ഓപ്പൺ സ്റ്റേജ്, അതായത് നാടകവും കാര്യം അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നിരിക്കാം, പോവാം, കാണാം. ഞാനിവിടെ ഒന്ന് ഛായാമുഖി കണ്ടിട്ടുണ്ട്, മോഹൻലാലിൻ്റെയും മുകേഷിൻ്റെയും. പിന്നെ ഒരു ഫിലിം ഫെസ്റ്റിവൽ കാലത്ത് കുറേ സിനിമകൾ ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ തിരുവനന്തപുരം താമസ സമയത്ത്. പക്ഷെ നല്ല എന്തോ പറയുന്നത് ഒരു നല്ല രസം വന്നിരിക്കാൻ. അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ കരയൊക്കൊന്ന് കൊട്ടാരത്തിൽ കേട്ടോ. ഇത് കണ്ടല്ലോ, മണി 12:01. 2025 എല്ലാവർക്കും ബൈനോക്കൽ ടോക്സിന് സ്വാഗതം കേട്ടോ. കണ്ടല്ലോ,